ശ്രീജിത്ത് പണിക്കർ, പമ്പയിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം അത് പാഴ്വേലയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസികൾ കൈവിട്ടുവെന്നും 3000-ഓളം പ്രതിനിധികൾ, അതായത് അയ്യപ്പ വിശ്വാസികൾ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ, അവർ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് അവരെ പ്രതിനിധികളായി നിശ്ചയിച്ചതാണ്. പക്ഷേ അവരിൽ 1100-ഓളം ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് പമ്പയിലെ സംഗമത്തിൽ എന്ന കാര്യം അത് തീർച്ചയാണ്. അക്കാര്യം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ബാക്കിയൊക്കെ പ്രതിനിധികൾ എന്ന പേരിൽ സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെയാണ് അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ പങ്കെടുത്തത്. പന്തളത്തെ സംഗമം അതിന് ബദൽ എന്ന രീതിയിലാണല്ലോ. പക്ഷേ ഇവിടെ രണ്ടും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ അയ്യപ്പന് വേണ്ടി ഈ സമയത്ത് നടക്കുന്ന ഒരു മത്സരത്തിന്റെ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അല്ല, ഇത് ഭക്തി ഹൈജാക്ക് ചെയ്യാനായിട്ട് ഒരു പക്ഷം ശ്രമിക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ആൾക്കാർ മറ്റൊരു പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന രീതിയിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം അത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലിയല്ല. അങ്ങനെ ആരെങ്കിലും അയ്യപ്പനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുന്ന ആളല്ല അയ്യപ്പൻ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഓരോ ആൾക്കാരും ഓരോ സമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദുർഘട പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. ആ സമയത്ത് ഈ ശബരിമല വിശ്വാസത്തിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ച, സ്വാമി അയ്യപ്പനെ നിന്ദിച്ച, സ്വാമി അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ശബരിമലയിലെ തന്ത്രിമാരെ അധിക്ഷേപിച്ച നിരവധി ആൾക്കാർ പിണറായി വിജയന്റെ മന്ത്രിസഭയിലും അല്ലെങ്കിൽ MLA-മാരായിട്ടും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ തന്നെ അവിടെയുള്ള തന്ത്രിയെക്കുറിച്ച് വ്യഭിചാരി എന്ന അർത്ഥത്തിൽ അദ്ദേഹം തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേളയിലേക്ക് കൈ കൊടുക്കുന്നത് ആദ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് കൊടുക്കുന്നത് അതേ തന്ത്രിക്കാണ്. എന്നിട്ട് അതേ തന്ത്രി തന്നെ ഭദ്രദീപം കൊളുത്തിയിരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണുള്ളത് എങ്കിൽ അവിടെയുള്ള പൂജാരിയും ഒരു ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യഭിചാരത്തിന്റെ ആരോപണമൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിച്ചത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളിനെ, ഒരു പുരോഹിതനെ ഈ രീതിയിലത്തേക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ഒരാൾ പ്രതികരിക്കുമായിരുന്നില്ല, ശ്രീ പിണറായി വിജയൻ അടക്കം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സമയത്ത് ഭക്തരോടൊപ്പം തന്നെ പിണറായി വിജയൻ സർക്കാർ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ശബരിമലയിൽ സത്യത്തിൽ പിടിവലി നടന്നത് എവിടെയാണ്? യുവതീ പ്രവേശം വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞിരുന്ന സമയത്താണ് ശരിയായ പിടിവലി നടന്നത്. അങ്ങനെ പിടിവലി നടക്കുന്ന സമയത്ത് യുവതികൾ അവിടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഫിഡവിറ്റിനെ തിരുത്തിക്കൊണ്ട് ഇതെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് അവിടുത്തെ സവിശേഷമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ആവശ്യമല്ല, ആർട്ടിക്കിൾ 13, 14, 15, 17 ഇതിൻ്റെയൊക്കെ വയലേഷനാണ്, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയേക്കാൾ താഴെ വരൂ എന്നൊക്കെയാണ് അന്ന് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിധി വരികയും ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഡയറക്ഷനും സർക്കാരിന് ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യുവതികളെ പല പ്രാവശ്യം കൊണ്ടുപോകാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലം MP ആയിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അവിടേക്ക് ആ 2 യുവതികൾ പോകുന്ന സമയത്ത് അവരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് തലേന്ന് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫുമാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാണ്. അതിന് തയ്യാറല്ലാതിരുന്ന ഓഫീസറെ മാറ്റിയതിനു ശേഷം മറ്റൊരു ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി കിട്ടുമെന്നും അദ്ദേഹം ഈ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് മല ചവിട്ടിയത് എന്നും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു MP ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ആചാര പദ്ധതികളെ, അവിടുത്തെ വിശ്വാസത്തിനെ, സമ്പ്രദായത്തിനെ ഒക്കെ തന്നെ എങ്ങനെ നിന്ദിക്കാമോ അതിനങ്ങേയറ്റം ചെയ്യുകയും അതിനുശേഷം അതിനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ 2 യുവതികൾ പ്രവേശിച്ചു എന്നുള്ളത് എന്തോ ചരിത്ര നേട്ടമാണ് എന്ന് പറഞ്ഞ് പറയുകയും അന്ന് അതിന് പേരിൽ പിന്നീട് ഹർത്താലും മറ്റും ഇവിടെ ഉണ്ടാവുകയും പിന്നീട് ഒരു യുവതി കൂടി ഇവിടെ പ്രവേശിച്ചു എന്നൊരു വാർത്തയൊക്കെ വന്നിരുന്ന സമയത്ത് ഇന്ന് ഹർത്താൽ ഇല്ലേ എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ചോദിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആരാണ് അയ്യപ്പ വിശ്വാസത്തിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മദ്യപാനികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആഗോള മദ്യവിരുദ്ധ സമ്മേളനം നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആക്ട് എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ കാണുന്നുള്ളൂ. കാരണം അവിടെ അയ്യപ്പ ഭക്തരല്ലാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ നിന്നത്. ആ സമയത്ത് ഒരു പ്രസ്താവന വന്നിരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്താണ്? പിണറായി വിജയൻ ഭക്തനാണ് എന്നാണ്. ഇന്ന് CPM-ന്റെ ആഗോള നേതാവ് ശ്രീ MA ബേബി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ്, പക്ഷേ ഈ തത്വത്തിലെല്ലാം വിശ്വസിക്കുന്ന, ഏത് കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ വിശ്വസിക്കുന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് പിണറായി വിജയൻ എന്നാണ്. ഞാൻ പറഞ്ഞ ഈ ദ്വന്ദ്വം എങ്ങനെയാണ് ഒരാൾക്ക് നിലനിൽക്കുക?
പക്ഷെ അവിടെ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ശ്രീത് പണിക്കർ, ഇത് ശബരിമലയുടെ വികസനം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഉള്ള ഒരു കോൺക്ലേവ്, ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു കോൺക്ലേവ് ആണല്ലോ, അതിനുവേണ്ടി സംഘടിപ്പിച്ച വികസന ചർച്ച നടത്തുന്നതിനുള്ള ഒരു വേദി എന്ന നിലയിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സെമിനാർ നടത്തുമ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയല്ലോ. അത് ഇതുവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസികൾക്കൊപ്പം ഈ അയ്യപ്പ വിശ്വാസികളായി ഞങ്ങൾ മാറി എന്ന് പറഞ്ഞ് ഈ ഒരു കോൺക്ലേവിനെ അതിൻ്റെ യഥാർത്ഥ അജണ്ട എന്താണോ അതിൽ നിന്ന് വേർതിരിച്ച് കാണുന്നതിന് തുല്യമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ വികസനം എന്നുള്ളത് ചർച്ചകളിൽ മാത്രമുള്ളതാണ്. 3 സെഷനുകൾ ഉണ്ടായിരുന്നു. ആ സെഷനുകളിൽ അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി, അതിനെ എങ്ങനെ തരണം ചെയ്യാം, അവിടെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത്, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ചർച്ചകൾ നടന്നത്. പക്ഷേ ആ ചർച്ചയിലെ കാതലായിട്ടുള്ള വിഷയത്തിനെക്കുറിച്ചല്ല ബഹുഭൂരിപക്ഷം സമയമെടുത്തിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു ഭക്തൻ, ആരായിരിക്കണം ഒരു ഭക്തൻ, ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്, എന്താണ് ഈ വിശ്വാസങ്ങളുടെ ഒറിജിൻ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ശബരിമലയുടെ മഹത്വത്തിനെ നിലനിർത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ മഹത്വം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരുന്നതാണ്? ശബരിമലയിലെ വികസനത്തിന്റെ പേരിൽ വരുന്നതാണോ? അല്ല, ശബരിമലയിലെ വിശ്വാസ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു വിശ്വാസ പദ്ധതിയുടെയും ഒരു സമ്പ്രദായത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ആചാര രീതികളാണ്. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആചാര വൈവിധ്യങ്ങളുള്ള ഒരു മതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആരാധനാ സമ്പ്രദായങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വികസന പദ്ധതിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എത്ര സംഗമങ്ങൾ എവിടെയെല്ലാം നടത്താം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ആഗോള റോഡ് വികസന സംഗമം വേണമെങ്കിൽ നടത്തിക്കൂടെ? അപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയുടെ കസ്റ്റോഡിയൻ ഞങ്ങളാണ്, ഹൈന്ദവ വിശ്വാസത്തിന്റെ അയ്യപ്പ ഭക്തിയുടെ കസ്റ്റോഡിയൻസ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു ഇമേജിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന വികസന ചർച്ചകളായിരുന്നില്ല പ്രധാനം. വികസന ചർച്ചകളായിരുന്നു പ്രധാനമെങ്കിൽ ആ സെഷനുകളിലായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത്. അവിടെ ആരാ ഉള്ളത്? ഒരു സൂം മീറ്റിംഗിൽ ഇരുന്ന് സംസാരിക്കാവുന്ന ആൾക്കാർ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവിടെ ഒരു ഇൻട്രസ്റ്റഡും അല്ലാത്ത ഒരു ചെറിയ ഓഡിയൻസ് അവിടെ ഇരിക്കുകയും ബാക്കിയുള്ള കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയും. ശരിയാണ്, ശ്രീത്ത് പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ അവിടെ പോയ ആളാണ്, അയ്യപ്പ സംഗമ സമയത്ത് അവിടെ പോയ ആളാണ്. കൃത്യമായിരുന്നു അത്. കാരണം പ്രതിനിധികൾ പങ്കെടുക്കേണ്ട സെഷൻ, അതായത് 3ആയിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ ചർച്ചയായിരുന്നു. അവിടെ ആകെ പങ്കെടുത്തത് 650 പ്രതിനിധികളാണ്. അതായത് ഈ 650 പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ശബരിമല വികസനത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ താല്പര്യമുള്ളവരാണല്ലോ. അവരാണല്ലോ നേരത്തെ 3000-നും 3500-നും ഇടയ്ക്ക് ആളുകൾ അങ്ങനെ പ്രതിനിധികളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് VN വാസവൻ മന്ത്രി പറഞ്ഞതും. പക്ഷേ അതിൽ 650 പേരെ ആ ഒരു സെഷനിലുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു സെഷൻ നടന്നത്. അത് അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റിയായിരുന്നു, തിരക്ക് നിയന്ത്രിക്കുന്നതിനെ പറ്റിയും അതിനുള്ള നൂതന പദ്ധതികളെക്കുറിച്ചുമായിരുന്നു. അതിൽ ഏകദേശം 330ഓളം ആളുകൾ പങ്കെടുത്തു. പിന്നെയുള്ളത് ഈ പിൽഗ്രിമേജ് ടൂറിസം എന്ന വിഷയത്തിലായിരുന്നു. അതിൽ ഏകദേശം 220 മറ്റു ആളുകളാണ് പങ്കെടുത്തത്. അങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ ഒരു 1200ഓളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. അതായത് ഇതിൽ താല്പര്യമുള്ള 1200ഓളം ആളുകളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈ 3500-ന്റെ കണക്ക് തെറ്റായിരുന്നു എന്ന്. പിന്നെ അവിടെ ആളുകൾ വന്നിരുന്നു കേട്ടോ. ഇതിനേക്കാളൊക്കെ ഇരട്ടി ആളുകൾ അവിടെ വന്നിരുന്നു. അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഏകദേശം 3000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഈ ഭക്തർ എന്ന നിർവചനത്തിൽ, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ, അല്ലെങ്കിൽ ഈ ശബരിമലയുടെ വികസന കാര്യത്തിൽ താല്പര്യമുള്ള ആളുകൾ ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയുവാൻ താല്പര്യപ്പെട്ട് വന്നിരുന്നവർ ആയിരുന്നില്ല ഡോക്ടർ ബി ജയരാജ്. അവരെന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിരുന്നു. അതായത് അവിടെ ഒരു ആളെ കൂട്ടുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ പന്തളത്ത് കണ്ടത് അതല്ലല്ലോ ഡോക്ടർ ബി ജയരാജ്. മുൻപ് പന്തളത്ത് നാമജപ ഘോഷയാത്ര എങ്ങനെയാണോ തുടങ്ങിയത്, അതിലെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു, അതേ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് പന്തളത്തെ ജനക്കൂട്ടം. ശബരിമല മാസ്റ്റർ പ്ലാന്റെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ഉദ്ദേശം തന്നെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എനിക്കത് റിപ്ലൈ കേൾക്കുന്നല്ലോ, ശരിയാക്കാം, അത് വീണ്ടും കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ശബരിമല